ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മെയ് മാസം 23 ഇന്ന് തിയേറ്ററിൽ ടർബോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയ് മാസം 23 ഇന്ന് ഏതൊക്കെ സിനിമകളാണ് റിലീസ് ചെയ്തതെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ കലിയുഗം പട്ടണംലോ എന്ന് പറഞ്ഞ തെലുങ്ക് ഡ്രാമ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ആരംഭം എന്ന് പറഞ്ഞ സിനിമ. ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ ത്രില്ലർ തെലുങ്ക് മൂവിയാണ്. പ്രസന്ന വദനം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. പിന്നെ ശകഹാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശകഹാരി ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ബൂട്ട് കട്ട് രാജു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ മലയാളം തമിഴ് ഡബ്ഡ് വേർഷനൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമയാണ്. സർപ്രൈസ് മീൻസ് കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ രത്നം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ വിശാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. മെയ് മാസം 24 ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നിരുന്നു. ആമസോൺ പ്രൈമിൽ സാധാരണ റിലീസ് ചെയ്യാറുള്ളത് പോലെ സർപ്രൈസായി റിലീസ് ചെയ്യായിരിക്കും ഉണ്ടാവാന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ദിവസം മുൻപ് 24 എന്നുള്ള 23 അവർ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ മെയ് മാസം 24 റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജെന്നിഫർ ലോപ്പസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആമസോൺ പ്രൈമിൽ നാളെ ഉച്ച 12:00 ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഡബ്ഡ് വേർഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മൾട്ടി ലാംഗ്വേജിൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ക്രൂ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കൃതി സനോൺ, കരീന കപൂർ, തബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ഹിന്ദി മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്നിപ്പോൾ വന്നതാണ് ഈ ഒരു സിനിമയുടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 24 ഒരു സിനിമ ഈ നെറ്റ്ഫ്ലിക്സിൽ വരും എന്നുള്ളത്. ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സീരീസാണ് ഡോം എന്ന് പറയുന്ന സീരീസിൻ്റെ 3ാമത്തെ സീസണാണ്. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. അപ്പോൾ പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ ഇംഗ്ലീഷ് മൂവിയാണ്. വാണ്ടഡ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വല്ലവൻ വകുതത്തട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് സിനിമയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം കരസ്ഥമാക്കാതെ പോയ സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു ഈ സിനിമ. വിജയിക്കാതെ പോയൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയത്. മനോരമ മാക്സിൽ ഈ സിനിമ രാത്രി 12 മണിക്ക് ശേഷമല്ല, രാത്രി 10:30 റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് 24 അവരുടെ ഡേറ്റ്. പക്ഷേ 23 രാത്രി 10 മണിക്ക് ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് 10:30 ഈ സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ആ സമയത്ത് വന്നില്ലെങ്കിൽ 12 മണിക്ക് ശേഷം നമുക്ക് എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ മെയ് മാസം 24 2 മലയാള സിനിമകളോടുകൂടി തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആസിഫ് അലി, ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ജിസ്റ്റോയ് സംവിധാനം ചെയ്ത സിനിമയാണ് തലൈവൻ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ അതുകൂടാതെ നമ്മുടെ അൽത്താഫും അതുപോലെ തന്നെ അനാർക്കലിയും വരയ്ക്കാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമയും നാളെ
മെയ് മാസം 24-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ടർബോ കണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.